പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന വിവിധ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള 50% വരുന്ന സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ്. ഈ സീറ്റുകളിലേക്ക് LBS വഴിയല്ല അഡ്മിഷൻ നടത്താറുള്ളത്. ഈ കാണിച്ചിരിക്കുന്ന വിവിധ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ വെബ്സൈറ്റ് വഴിയാണ് അഡ്മിഷൻ നടത്താറുള്ളത്. PNC MAC, AMC SFN CK, SPMA, SPCMA, CPAS തുടങ്ങിയിട്ടുള്ള വിവിധ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ വെബ്സൈറ്റ് വഴിയാണ് അതിലേക്ക് സാധാരണ വർഷങ്ങളിൽ അഡ്മിഷൻ നടത്തി വരാറുള്ളത്. ഈ ഒരു രീതിയിൽ ഏകീകൃതമായി സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തപ്പെടുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. കൂടുതൽ ഫീസ് ഒന്നും വാങ്ങാറുമില്ല. LBS എത്രയാണോ ഫീസ് വാങ്ങാറുള്ളത് അതേ ഫീസ് തന്നെയാണ് മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വഴി അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളും നൽകേണ്ടി വരാറുള്ളത്. അതിലുപരി വിദ്യാർത്ഥികൾ ഓരോ സ്ഥാപനങ്ങളിലും പോയി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ ആപ്ലിക്കേഷൻ നൽകുന്നതിന് പകരം ഈ ഒരു അസോസിയേഷൻ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്താൽ ഒരുപാട് കോളേജുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഒരുമിച്ച് നൽകാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ ഒരു സൗകര്യം ഈ വർഷം മുതൽ ഉണ്ടാകില്ല എന്നൊരു ന്യൂസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇങ്ങനെ ഏകീകൃതമായി സെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് കൊണ്ട് അത്തരം ആപ്ലിക്കേഷന് എക്സ്ട്രാ GST നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കാരുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. സെൻട്രലൈസ്ഡായി ഒരുപാട് കോളേജിലേക്ക് ഒരുമിച്ച് ആപ്ലിക്കേഷൻ നൽകുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് GST വരുന്നത്. ഓരോ കോളേജുകളിലേക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നൽകുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ GST വരുന്നില്ല. 2017 മുതൽ ആരംഭിച്ച ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് പ്രോസസ്സ് വഴി പല മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾക്കും നിലവിൽ 1.5 കോടിയോളം രൂപയൊക്കെ GST കുടിശ്ശിക വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് നിർത്തലാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. ഓരോ കോളേജിലും പോയി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആപ്ലിക്കേഷൻ നൽകുക എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. കൂടാതെ ഓരോ കോളേജിലും ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് തന്നെ വലിയൊരു തുക വിദ്യാർത്ഥിക്ക് വരുന്നതായിരിക്കും. പക്ഷേ ഈ വർഷത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. BSc നഴ്സിംഗിന് എൻട്രൻസ് വരാനുള്ള സാധ്യത അധികമാണ്. അങ്ങനെ എൻട്രൻസ് വന്നാൽ MBBS BDS പോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും അഡ്മിഷൻ ഗവൺമെൻറ് തന്നെ നടത്തിയേക്കും. ഈ വർഷത്തെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.